ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ആർട്ട് സ്റ്റുഡിയോ ഉണ്ട്. എനിക്ക് മീൻസ് ഇങ്ങനെ കളറിങ്, പെയിൻറ്റിങ്, ക്രാഫ്റ്റ്, അതേപോലെ എൻ്റെ ഒരു ഷെൽഫിനകത്ത് തന്നെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇന്നതൊന്ന് റീഅറേഞ്ചൊക്കെ ചെയ്യാം. ഫുള്ള് ഇങ്ങനെ ഓർഡറൊക്കെ പോയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത്രയും അലങ്കോലമായിട്ട് കിടക്കുവാണ്. കുറേ പ്ലാസ്റ്റിക് കവറുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, പെയിൻ്റ് ഉണ്ട്, വേണ്ടാത്തത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറഞ്ഞാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ ഷെല്ലൊക്കെ എനിക്ക് വേണം, ഇതൊക്കെ എനിക്ക് വേണം. അപ്പം ഞാൻ ഇതെല്ലായിടത്തും വാരി പുറത്തോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. ഒരു ന്യൂസ് പേപ്പറും കൂടെ എടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ ഇത് ആരുടെ പണിയാണെന്ന് അറിയത്തില്ല, ആരും ഒട്ടിച്ചു. ഇത്ര ആയിരിക്കും. നമ്മൾ ഈ സാധനത്തിലേക്ക്, ഈ ഒരു ബൂസ്റ്റിൻ്റെ ഡപ്പയിലേക്ക് നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ നിറച്ച് വെക്കണം. അത്രയും നേരം അത് വിളിക്കട്ടെ. ഈ ബുക്സ്, പക്ഷെ ഇതൊന്നും എനിക്ക് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ഇതിനകത്ത് വെക്കുന്നത്. ഇതൊന്നും അല്ലായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും കൂടെ അടുക്കിയപ്പോൾ കുറേ സാധനങ്ങളെടുത്ത് കളഞ്ഞ്. പിന്നെ ലണ്ടൻ്റെ പൗച്ച് ഇരിക്കട്ടെ. ഇത് കളയാൻ മനസ്സ് വരുന്നില്ല ഗൈസ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളയാത്തത്. ഇത് വിളിക്കട്ടെ. ഈ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. പിന്നെ ഇത് ഗൈസ് ഇത്രയും കൂടെ വരെയാണ്. ഇത്ര
സിമ്പിൾ കമന്റ് ചെയ്യാൻ എൻ്റെ ഒരു ബാമ്പു സ്റ്റിക്ക് ഉണ്ട്. ഞാൻ ഈ ഷെൽവിനെ വിളിക്കുന്ന പേര് ജംബോ എന്നാണ്. മറ്റേ അയ്യോ എൻ്റെ പേരെന്ത് ആ മധുരമുള്ളൊരു സംഭവമല്ലേ എൻ്റെ ക്യാനാണ് ഗൈസ്. ഈ പൗഡർ എന്ന് പറഞ്ഞു നോക്കണം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരു ടേസ്റ്റ് ഉള്ള ക്യാനാണ്. മിൽക്ക് മെയ്ഡിൻ്റെ ക്യാനാണ്. നമുക്ക് ഇനി ഇതിപ്പോൾ എടുത്ത് വെക്കാം ഇതിനകത്തോട്ട്. ഇതൊക്കെ എന്തെങ്കിലും ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. പൗഡർ നമുക്ക് ഈ പൗഡറിനാണ് ഈ നൂല് എൻ്റെ ഗ്ലൂ ഗണ്ണൊക്കെ അപ്പത്താണ് ഗൈസ്. ഇത് കണ്ട ഗൈസ്, ഞങ്ങൾ തീർന്ന പൊട്ടിയില്ല, പകുതി എടുത്തിട്ടുണ്ട്. സ്പൂൺ എടുത്തത് ഇതിപ്പോഴും ഇങ്ങനെ പെയിന്റ് തന്നെ ഉണ്ട് ഗൈസ്. ഇത് പൊട്ടാണ് ഗൈസ്. ഇവിടെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും. ഒട്ടിച്ച മമ്മി ഞങ്ങൾ തരും. ഈ ഒരു അടപ്പാണ് ഇത്. എനിക്ക് മറ്റേ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഇല്ലേ, അതിൻ്റെ ഒരു അതില്ല, അതിൻ്റെ അല്ല, അതിന് അടപ്പുണ്ട്. ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ. ഇതറിഞ്ഞേ ഉള്ളൂ. ഇതെന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഈ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ഇതൊന്നും വേണ്ട. ഈ പൊട്ട നമുക്ക് ഇതുകൊണ്ട് കളഞ്ഞിട്ട് ഇത് വേണ്ട, എന്നാലും ഇരിക്കട്ടെ. എനിക്കിതൊന്നും കളയാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഇതെപ്പോഴും വൃത്തികേടാവുന്നത്. പിന്നെ ഇത് ഞാൻ ഇവിടെ ഒരു ഊട്ടിയിടാൻ വേണ്ടി പോവാം. എന്നിട്ട് അത് ആ ഹാങ്ങറിൽ തൂക്കാം. അവിടെ ഞാൻ ഇതിനകത്തില്ലേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് കളയാൻ തോന്നിയാ പിന്നെ അതിനെപ്പറ്റി ഒരു ആവശ്യം വരും. ഇനി ഞാൻ ഈ ന്യൂസ് പേപ്പർ ഇതിനകത്താണ് വെക്കാൻ പോകുന്നത്, ഈ കിറ്റിനകത്ത് കേട്ടോ. എല്ലാ ന്യൂസ് പേപ്പറും അല്ലേ. ഈ ഡ്രോയിങ് ബുക്ക് ഇത് ഇസ്രാടെ ആണ്. ആ പടം കാണിക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു ഡ്രസ്സ് പറഞ്ഞിട്ടത്. ഇതും കൂടെ കാണുമ്പോ ഇരിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര പാടാണ്. കത്തുക അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഓട്ടെടുക്കുന്ന സാധനമല്ലേ കാശി? അല്ല, മറ്റേ ആ ഇങ്കില്ലേ കൈ ഒറ്റമശ്ശേരി കടപ്പുറത്ത് പോയപ്പോ എടുത്ത ഷെല്ലാണ് ഗൈസ്. ഇതൊക്കെ കാശി കളയാതെ വെക്കാറുണ്ട്. ഞങ്ങൾ ആ ഒരു ദിവസം തന്നെ കളയും. ഇത് കാശി ഗ്ലൂ ഗണ്ണ് വെച്ചതാണ്. ആ പറഞ്ഞതല്ല, ഗ്ലൂ ഗണ്ണിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ വെക്കണം. അപ്പൊ ഇതൊരു ഏകദേശം കഴിഞ്ഞ വെച്ചാൽ പച്ചക്കിറ്റ് വേണ്ടായിരുന്നു നമുക്ക് തോന്നുന്നു. ഇനി നമ്മൾ ഇതെവിടെ വെക്കും? ഇതിവിടെ വെക്കാം. ഇനി ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. കുറെ സ്കെച്ചൊക്കെ പോലത്തെയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു പേനുണ്ട്. സ്കെച്ചുകള് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഷെല്ലുകള് കോടാകത്തില്ല, അല്ല മറ്റേ സ്പ്രേ ബോട്ടിലാണ്. പക്ഷെ എന്റെ സ്പ്രിങ് പോയി. പോയിട്ടില്ല. പപ്പടയിലുണ്ട്. ഇത് കണ്ടോ, ഈ സ്പ്രിങ് കൊണ്ട് ഇത് അടിക്കാൻ പറ്റത്തില്ല. ഇവിടെ എന്തോ ഒരു സാധനം ഞാൻ അടിച്ചത് കളഞ്ഞു. അടുത്ത പൊട്ടി. ഇത് റെഡിയാക്കാൻ പാടായിരിക്കും. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് മെഴുകുതിരി ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. ആ മെഴുകുതിരിപ്പ് എടുത്തിട്ട് അത് ഞാൻ ഇതിനകത്ത് പൊട്ടിച്ച് വെക്കാൻ വേണ്ടി എടുത്തതാണ്. മെഴുകുതിരി നിങ്ങൾ ലാസ്റ്റ് കാണിച്ചു.
പിന്നെ ഇവിടെ ഒരു കത്രിക ഉണ്ട്, പക്ഷെ ഇതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല guys. ഏതാ അതുകൊണ്ട് ഉപകാരമില്ല. പിന്നെ എൻ്റെ പെയിന്റിംഗ് ബ്രഷ് ഒടിഞ്ഞു പോയതാണ്. ഗൈസ് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇതൊക്കെ ആയിക്കോട്ടെ. ഗൈസ് അടുത്ത എൻ്റെ സ്റ്റിക്കർ. ചെറിയൊരു ബട്ടർ പേപ്പറിന്റെ പീസ് ഉണ്ട്. ഗൈസ് ഇതൊക്കെ ഏകദേശം നിറഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ ഇതിനകത്തൊന്നും കുത്തിക്കേറ്റുന്നില്ല. പപ്പയ്ക്ക് ആവശ്യമുണ്ട്. പപ്പ ഒരെണ്ണേ ഉള്ളൂ. ഗൈസ് ഇത് മമ്മിയുടെ ഏറ്റവും കാർഡാണ്. ജോമിത റോബർട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മമ്മിയുടെ ഏറ്റവും കാർഡ്. ഇത് ഇങ്ങോട്ട് തേക്കാനോ? വേണ്ട, ഷെല്ലല്ലേ ഇതിനകത്ത് നോക്കുവാണ്. ഇത് ഇവിടെ വെക്കുന്ന ഞാൻ ഇതൊക്കെ ഇത്ര ഇത് ഒരു കുഞ്ഞ ഷെല്ല്. ഇസ്ര ഇവിടെ വാ. ഇസ്ര അടങ്ങിയിരുന്ന്. ഇപ്പൊ കുറച്ചെങ്കിലും രസം കാണാനുണ്ട്. എനിക്ക് വലിയ ഉപകാരമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് ഗൈസ് നമുക്ക് ഉപകാരമുള്ള സാധനമാണ്. എന്നാലും അത് ഇതിനകത്തിരിക്കട്ടെ. അതേ വേണ്ട, ഇത് നമുക്ക് ഈ ഒരു പെട്ടിക്കകത്ത് വെക്കാം. ഈ പേപ്പർ കൂടെ വെച്ചേക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് വെക്കാം. ഇത് ഇതിനകത്തിരിക്കട്ടെ. ഇത് ഇതൊക്കെ ഇതെന്തുവാന്ന് എനിക്കറിയത്തില്ലേ. ഇതിനകത്തിരിക്കട്ടെ. ഇതിനകത്തോ? ഇതിനകത്ത് അങ്ങനെ പറയണ്ടേ? പെൻസിലിനകത്ത് പെൻസിൽ ചെയ്തിട്ട് ടൂത്ത് കളർ പെൻസിൽ അതൊക്കെ എവിടെയാ? ഇത് വേണം. ടൂത്ത് പിക്ക് നമുക്ക് ഇവിടെ ചാടി വെക്കാം. ടൂത്ത് പിക്ക് ടൂത്ത്പിക്കല്ല, ബാമ്പു സ്റ്റിക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് ഇനിയും ഉണ്ട്. ഇത് നമ്മൾ അതെവിടെ ഇത് ലാസ്റ്റ് വെക്കാം, കാരണം എനിക്ക് ഇനി ഒരു വലിയ കിറ്റ് കൊണ്ടുവരാനുണ്ട്. ഇതൊന്നും വേണ്ട, ഇത്ര ഇതൊക്കെ കൊണ്ട് കളയാൻ പറഞ്ഞില്ല. ഞാൻ ഇനി പോയി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വലിയ കിറ്റെന്ന് പറഞ്ഞില്ലേ. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കണം. ഇത് താഴെ ഉണ്ടാക്കിയിട്ട് താഴെ പറഞ്ഞിട്ടാക്കി ഇപ്പം എടുത്ത് വെക്കാം. ഇത് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി പോകുന്നത്. ഇനിയാണ് എൻ്റെ ഗ്ലൂഗൺ. ഞാനെടുത്ത് വെച്ചത്. എനിക്കിപ്പോൾ ലണ്ടനിൽ തന്നെ വേണ്ട. എൻ്റെ ഗ്ലൂഗൺ എടുത്ത് ഞാൻ ഇവിടെ വെക്കാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സ് ചെയ്യും. ഓക്കെ, ഇനി അത് ഇതിനകത്തോട്ട് വെച്ചേക്കാം. ഇതൊക്കെ നല്ലതാണ്. മെഴുകുതിരിയുടെ പകുതി ഈ വാച്ചിട്ട് സാധനം ഉണ്ടാക്കിയത് അതെടുത്തോണ്ടല്ല. ഞാൻ പോരാ. ഞാനിത് ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ഇത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ടിഷ്യൂ ഒക്കെ എന്തായാലും ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഇരിക്കട്ടെ. റെഡിയാക്കാം. ഇത് കണ്ടോ? ഇത് വാച്ച് ഉണ്ടാക്കിയതാണ് ഗൈസ്. നല്ല രസമില്ലേ? ഇവിടെ ഒന്ന് കത്തിച്ച് കാണിക്കാൻ വേണമെങ്കിൽ തീപ്പെട്ടി ഉണ്ട്, കത്തിച്ച് കാണിക്കാം. കത്തിച്ച് കാണിക്കാം. വെള്ളത്തിൽ കത്തുന്ന മെഴുകുതിരി. ഓ, ഇങ്ങനെ ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഒളിപ്പിച്ച് വെക്കും. ഇതൊക്കെ കൊണ്ടുവന്നൊക്കെ കളയാനുള്ളതെല്ലാം നമുക്ക് കഴിഞ്ഞ
ആവശ്യം കാണും. ഞാൻ നീതി കളയുമ്പോൾ നിങ്ങൾക്ക് അല്ല ഗൈസ്, ഇത് വേണം എനിക്ക്. I want this kit. നമ്മൾ ഈ പെട്ടിയിലോട്ടാണ് കിറ്റ് എടുത്തത്. നല്ല രസമുണ്ട് ഗൈസ്, വെള്ളത്തിൽ കത്തുന്ന പെട്ടി. കത്തിച്ചിട്ട് ഗൈസ് ഞങ്ങളുടെ കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട് അല്ലേ? എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോ നമ്മൾ ഏകദേശമൊക്കെ പറ്റുന്ന പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു എവിടെയൊക്കെ എന്തോ പോലെയൊക്കെ ഉണ്ട്. അതാണ് കുറേ സാധനങ്ങളുള്ളതുകൊണ്ടാണ്. അതിൽ അത്രയ്ക്ക് സാധനങ്ങളും ഇല്ല, കണ്ട അത്രയ്ക്ക് സാധനങ്ങളില്ല എന്നൊക്കെ തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ്. പക്ഷേ ഇത് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആ ഫോട്ടോ അവിടെ ഹാങ് ചെയ്തു ഗൈസ്, കണ്ടോ. പിന്നെ ചില സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഗ്ലൂ കൊണ്ട് ഞാനെടുത്ത ആ ഒരു ഗോൾഡ് കളറിലൊരു കിറ്റ് ആണ് അതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് കാണിക്കാം. Galactic melodies guide me through the unknown. In this abstract hip-hop song, I feel at home. Navigating the depths like a jazz improvisation. New jazz rhythms set my soul in cosmic